അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഉത്രാടായിട്ട് എന്താ കാര്യം, നല്ല മഴ. കാലാവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉഷാറില്ല. പിന്നെന്താ ചെയ്യാ, ഓണൊക്കെ ആഘോഷിക്കണ്ടേ. അപ്പൊ ഏതായാലും വിചാരിച്ചു ഒരു ഓണം വ്ലോഗ് പോലെ എടുക്കാന്ന്. അപ്പൊ ഇത് ഇന്ന് ഉത്രാടത്തിന്റെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ ഇതാ ഒരാള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിളക്കും കിണ്ടിയും തളിയും ഒക്കെ കഴുകുന്നുണ്ട്. അപ്പൊ ഇത് എല്ലായിടത്തും ഒരു ആചാര അനുഷ്ഠാനാണല്ലേ. നല്ല ദിവസങ്ങളിൽ വരുന്ന സമയത്ത് നമ്മള് വിളക്കും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയാക്കല്, വീട് മൊത്തം വൃത്തിയാക്കല്, അതുപോലെ എല്ലാം തുടച്ച് അടിച്ച് എന്താ പറയാ, മൊത്തത്തിലൊരു ശുദ്ധീകരണം നടത്തും. അപ്പം നമ്മുടെ ഇവിടെയും എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല മഴയാണ്. സത്യമായിട്ടും ഒന്നിനൊരു മൂടില്ല ഈ കാലാവസ്ഥ കാണുമ്പോൾ. അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ തലേന്നാണ്, അതായത് ഇന്നലെ. അപ്പം ഞാൻ കുറച്ച് പൂക്കൾ എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചു. പൂവിനൊക്കെ നല്ല വിലയാണ്. പക്ഷേ ഇനിയിപ്പോൾ മഴ ഇങ്ങനെ കൂടുകയാണെങ്കിൽ പൂവിൻ്റെ വിലയെല്ലാം താനെ കുറയും. അപ്പോൾ ഇതാ പൂക്കളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം. എന്നാൽ പിന്നെ രാവിലെ തന്നെ വേഗം നമുക്ക് പൂക്കൾ ഇടാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ട് പൂക്കൾ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇതളാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഓരോ കളറ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കളം വരച്ച് നമുക്ക് ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാട്ടോ ഒരു നൊസ്റ്റു. ശരിക്കും നമ്മൾ ഇരുന്ന് ഈ പൂക്കളൊക്കെ എങ്ങനെ സെറ്റാക്കി വെക്കുന്നതും അതുപോലെ അപ്പുറം ഇപ്പുറം ഇരുന്ന് നല്ല കുട്ടികളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഇതൊക്കെ ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷം കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, അപ്പം മക്കളുണ്ട്, ഏട്ടനുണ്ട്, അപ്പം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കുട്ടികൾ എണിക്കുന്നതിന് മുന്നേ കളമൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു പൂക്കളാണ്. അപ്പോൾ മൂന്നാൾ ഇരുന്നിട്ട് പൂക്കൾ ഇടുന്നുണ്ട്. ഒരാൾ പൂക്കളം സെറ്റാക്കുമ്പോൾ ഒരാൾ കൊളാക്കാനും സൈഡിലിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി ഒരു പൂക്കളം, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഭംഗിയൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തിടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മുറ്റത്തിട്ട പൂക്കളം ശരിക്കും വെള്ളത്തിൽ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ അടിപൊളി ഒരു എന്താ പറയുക, വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു നമ്മൾ നല്ല ദിവസങ്ങളിലൊന്നും നോൺ വെജ് ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ ഇന്ന് ഏതായാലും വെജ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ നമ്മളെ അടിപൊളി ഓണസദ്യ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം, പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കണം. അമ്മയെ ഹെൽപ്പ് ചെയ്യും കട്ട് ചെയ്യാനും ഒക്കെ, എന്നാലും മെയിൻ കുക്ക് ഞാനാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുക്കള ഭാഗം മൊത്തം വെള്ളമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം പുറത്ത് നല്ല തകർത്ത മഴയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം ഇങ്ങനെ മഴ ഉണ്ടാവും, പക്ഷേ അങ്ങനെ ശക്തമായ മഴയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതൊരു ഒന്നൊന്നര മഴയായിപ്പോയി. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് സമയം ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ദമ്മൊക്കെ പൊളിച്ച് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് വിഭവം ആട്ടോ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല അച്ചാറും അതുപോലെ ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെജിറ്റബിൾ ബിരിയാണി. പിന്നെ ഞാനിത് മാറ്റി പോകാൻ നിൽക്കുന്നത് നമ്മളെ ചെറിയ കേശുക്കുട്ടന് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടുതലാക്കണ്ടെന്ന് വിചാരിച്ച് ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു സമയത്തെ വീഡിയോ ആണ് കേട്ടോ അത് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇത് രാത്രിയായി, നമ്മളെല്ലാവരും കൂടി ഇരുന്നതായി ഈ പൂക്കളം മിക്കവാറും രണ്ടും കൂടി കോളാക്കും. അപ്പോൾ ഉത്രാട ദിവസം ഇങ്ങനെയായിരുന്നു. ശരിക്കും ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലും അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ഇതുപോലെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.